നമസ്കാരം. സക്സസ് മന്ത്രയുടെ മറ്റൊരു പോസിറ്റീവ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അങ്ങേയറ്റം പ്രയാസമേറിയൊരു ഘട്ടത്തിലൂടെയാണ്. കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? എങ്കിൽ തളരരുത്. ഒരു വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റിന് മുൻപ് ജീവിതം അസാധാരണമാം വിധം നിശബ്ദമാകാറുണ്ട്. നിങ്ങളൊരു വലിയ വെളിച്ചത്തിലേക്കോ അപ്രതീക്ഷിതമായ സൗഭാഗ്യത്തിലേക്കോ നടന്നു കയറാൻ പോകുകയാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പണമോ വലിയ സമ്പത്തോ വന്നു ചേരാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചു പറയാവുന്ന 8 അസാധാരണ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അത് ആരോടും വെളിപ്പെടുത്തരുത്. ആ രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. ഇതിലൊരു ലക്ഷണമെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലക്ഷണം 1: അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ. വലിയ സമ്പത്ത് വരുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചിലത് നഷ്ടപ്പെട്ടേക്കാം. അതൊരു പക്ഷേ കാലങ്ങളായി നിങ്ങൾ കൊണ്ടു നടന്ന എന്നാൽ നിങ്ങൾക്ക് ഒട്ടും ഗുണകരമല്ലാത്തൊരു സൗഹൃദമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിരുന്നൊരു ജോലിയാവാം. പുതിയതൊന്നിന് വരണമെങ്കിൽ പഴയതൊഴിഞ്ഞു പോകണം. നിറഞ്ഞിരിക്കുന്നൊരു ഗ്ലാസ്സിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചാൽ അത് പുറത്തേക്ക് പോകുകയുള്ളൂ. പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു സൗഭാഗ്യത്തിനായി ഒരുക്കിയെടുക്കുകയാണ്. ഈ നഷ്ടങ്ങൾ കണ്ട് തളരരുത്. 2: ആന്തരിക ശാന്തത. രണ്ടാമത്തെ ലക്ഷണം വളരെ വിചിത്രമാണ്. പണ്ടൊക്കെ പണമില്ലാത്തതിനെക്കുറിച്ചോ കടങ്ങളെക്കുറിച്ചോ ഓർക്കുമ്പോൾ നെഞ്ചിലൊരു തീയായിരുന്നുവെങ്കിൽ ഇപ്പോൾ എവിടെ നിന്നോ കിട്ടിയൊരു ധൈര്യം ഉള്ളിൽ വരും. എല്ലാം ശരിയാകുമെന്നൊരു ഉറച്ച വിശ്വാസം. സമ്പത്ത് എന്നത് സമാധാനമുള്ളിടത്തേക്ക് ഒഴുകിയെത്തും. നിങ്ങൾ എപ്പോഴാണോ ആവലാതികൾ നിർത്തിയുള്ളത് കൊണ്ട് സംതൃപ്തി കണ്ടെത്തുന്നത്, അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയായി മാറും. ഈ ശാന്തത വിജയത്തിന്റെ മുന്നോടിയായുള്ള കാഹളമാണ്. 3: ചെറിയ തുകകളുടെ വരവ്. നമ്മൾ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപയെയോ പഴയ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന 10 രൂപയോ അവഗണിക്കാറുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിന്റെ കണക്ക് പുസ്തകത്തിൽ വലിയ തുകയെന്നോ ചെറിയ തുകയെന്നോ ഉള്ള വ്യത്യാസമില്ല. പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങി എന്നതിൻ്റെ ആദ്യ പടിയാണത്. ആ ചെറിയ തുകയെ ബഹുമാനത്തോടെ സ്വീകരിക്കുക. എപ്പോഴാണോ നിങ്ങൾ ചെറിയ നേട്ടങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുന്നത്, അപ്പോഴാണ് വലിയ നേട്ടങ്ങൾക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. 4: ആവർത്തിച്ചു വരുന്ന സംഖ്യകൾ. മൊബൈലിലോ വാഹനങ്ങളിലോ 1111 അല്ലെങ്കിൽ 888, 1212, 444, 555 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ആവർത്തിച്ചു കാണുന്നുണ്ടോ? 8 എന്നത് സമ്പത്തിന്റെ ചിഹ്നമാണ്. ഇത് പ്രപഞ്ചം നൽകുന്ന പച്ചക്കൊടിയാണ്. 1111 നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നതിന്റെ വലിയ സൂചനയാണ്. അങ്ങനെ ഓരോ നമ്പറിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ഇതിനെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രപഞ്ചം തരുന്ന വലിയ സൂചനയാണ്. 5: പ്രത്യേക സ്വപ്നങ്ങൾ. തെളിഞ്ഞ വെള്ളം, പച്ചപ്പുള്ള വയലുകൾ, പാൽ, വെണ്ണ എന്നിവ സ്വപ്നം കാണുന്നത് വലിയ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ പോകുന്നു എന്ന സന്ദേശമാണത്. 6: മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷം. മറ്റുള്ളവരുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ തുടങ്ങുന്നതാണ് 6ാമത്തെ ലക്ഷണം. അസൂയ എന്നത് ദാരിദ്ര്യത്തിന്റെ ഭാഷയാണ്. മറ്റൊരാൾക്ക് പണം ലഭിക്കുമ്പോൾ അസൂയ തോന്നാതെ അവർക്ക് വേണ്ടി കൈയടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എപ്പോഴാണോ നിങ്ങൾ സമ്പത്തിനെ സ്നേഹിക്കുന്നത്,
അപ്പോൾ അത് നിങ്ങളിലേക്കും വരും. 7. ചുറ്റുമുള്ള കുഴപ്പങ്ങൾ. 7ാമത്തെ സൂചന, ജീവിതമൊന്ന് അലങ്കോലപ്പെടുന്നതുപോലെ തോന്നാം. എല്ലാം മനോഹരമായി അടുക്കി വെക്കുന്നതിന് മുൻപ് ഒന്ന് അലങ്കോലപ്പെടും. ഒരു മനോഹരമായ വീട് പണിയുന്നതിന് മുൻപ് ആ സ്ഥലം മുഴുവൻ മണ്ണും കല്ലും കൊണ്ട് വൃത്തികേടായി കിടക്കില്ലേ? അതുപോലെ ജീവിതം മാറുന്നതിന് മുൻപ് സാഹചര്യങ്ങളൊന്ന് ഇളകി മറിയും. ഭയപ്പെടരുത്, ഇത് മാറ്റത്തിന്റെ സൂചനയാണ്. ഇപ്പോൾ അനുഭവപ്പെടുന്ന ചെറിയ അസ്വസ്ഥതകൾ വലിയൊരു നന്മയിലേക്കുള്ള പാലമാണ്. 8ാമത്തെ ലക്ഷണം, പണത്തോടുള്ള അമിതമായ ആർത്തി കുറയുന്നതാണ്. പണത്തിന് പിന്നാലെ ഓടുന്നത് നിർത്തി ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ പണം നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾ ശാന്തരായിരിക്കുമ്പോൾ ഭാഗ്യം നിങ്ങളെ തേടി വരും. അവസാനമായ ഒരു കാര്യം, ഈ ലക്ഷണങ്ങൾ ആരോടും പറയരുത്. മണ്ണിൽ മുളപൊട്ടി വരുന്നൊരു വിത്തിന് ഇരുട്ടാവശ്യമാണ്. സൂര്യപ്രകാശം അധികമായാൽ ആ മുള കരിഞ്ഞു പോയേക്കാം. അതുപോലെ നിങ്ങളുടെ ഭാഗ്യവും പൂർണ്ണമായും കൈകളിലെത്തുന്നത് വരെ ഒരു രഹസ്യമായി സൂക്ഷിക്കുക. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആദ്യം ചെയ്യേണ്ടത് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നതാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് മുൻകൂട്ടി നന്ദി പറയുക. നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. കാരണം ഐശ്വര്യം വസിക്കുന്നത് ശുദ്ധിയുള്ളിടത്താണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ 8 ലക്ഷണങ്ങളും ഒരേ സമയം ഒരാളിൽ കണ്ടെന്നു വരില്ല. ചിലപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങളാകാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ആ ചെറിയ മാറ്റത്തെ പോലും നന്ദിയോടെ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഓരോ സൂചനയും ഒരു വാഗ്ദാനമാണ്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോകുന്നു എന്ന വാഗ്ദാനം. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതുന്നിടത്തായിരിക്കും നമ്മുടെ വലിയ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ കണ്ട് ഭയപ്പെടരുത്. നിങ്ങളുടെ ഉള്ളിലെ ആ പോസിറ്റീവ് എനർജി കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുക. സമൃദ്ധിയിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് അചഞ്ചലമായ വിശ്വാസവും ക്ഷമയുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ വലിയ അത്ഭുതത്തെ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനുമെല്ലാം ഒരർത്ഥമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യമാകും. ആ പരീക്ഷണങ്ങൾ നിങ്ങളെ ഈ വലിയ വിജയത്തിനായി ഒരുക്കുകയായിരുന്നു. ഈ മാറ്റങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ റെഡി എന്ന് പോസിറ്റീവായി ടൈപ്പ് ചെയ്യുക. ഇത് പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ഉടമ്പടിയാണ്. വിശ്വസിക്കുക, കഠിനാധ്വാനം ചെയ്യുക, അത്ഭുതങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. സക്സസ് മന്ത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.